الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 156 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ അല്ലദീന ഇദാ അസാബത്തുഹും നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ മുസീബത്തും വല്ല മുസീബത്തും നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചതുപോലെ പല പല നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും നിങ്ങളെ ബാധിച്ചു അത്തരം മുസീബത്തുകൾ നിങ്ങളെ ബാധിക്കുന്നതായാൽ ഖാലു അപ്പോൾ ആ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആൾക്കാർ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറയും. അതാണ് അവരുടെ വാക്ക് എന്ന് അല്ലാഹു വിശദീകരിക്കുകയാണ്. ഇന്നാ ലില്ലാഹ് നിശ്ചയം നമ്മൾ അല്ലാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി അവനിലേക്ക് തന്നെയാണ് നിശ്ചയമായും നിങ്ങൾ റാജിഊൻ മടങ്ങി ചെല്ലേണ്ടവർ എന്ന് പറഞ്ഞാൽ ഈ മരണശേഷം പരലോകത്ത് ഹശ്റിന്റെ മൈതാനിയിൽ അള്ളാഹുവിന്റെ വിചാരണക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ മടങ്ങേണ്ടവരാണെന്നുള്ള ഒരു വിചാരം സദാസമയത്തും ആ മുഅ്മിനീങ്ങളുടെ മനസ്സിലുണ്ടാകും. ആ മനസ്സോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല സമാധാനമുണ്ടാകും. നിശ്ചയമായും നമ്മൾ അള്ളാഹുവിനുള്ളവരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിയമ നടപടികൾക്ക് വിധേയരായി, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി, അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ കൂടി ജീവിക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നേരായ സത്യത്തിന്റെ പാതയിൽ നിങ്ങൾ നിലകൊള്ളണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയുള്ള മുസീബത്ത് ബാധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ഒരു ചെരുപ്പിന്റെ വാർ പൊട്ടിയാൽ പോലും നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള തർജിയത്തിന്റെ ആ കലിമ ചൊല്ലണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം സദാസമയം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ് വിജയം പ്രാപിക്കുന്നത്. അതാണ് മുഅ്മിനീന്റെ സൽസ്വഭാവത്തിന്റെ ലക്ഷണം. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.